അയൽപക്കത്തുള്ള ഹൈന്ദവ സ്ത്രീകളൊക്കെ വീട്ടിൽ വരും. അവർ പറയും അവർക്ക് ജപമാലകൾ വേണം. ഞാൻ ചോദിച്ചു, അമ്മയാൻ അവർക്ക് ജപമാല ചെല്ലാൻ അറിയാമോ? അമ്മ പറഞ്ഞു അവർക്ക് ജപമാലകൾ ചെല്ലാൻ അറിയില്ല, പക്ഷേ അവർ ജപമാലകൾ കഴുത്തിൽ ആയുധമായി ആഭരണമായി ധരിക്കുമ്പോൾ, അവരുടെ വീടുകളിൽ ജപമാലകൾ തൂക്കി വെക്കുമ്പോൾ, അവരുടെ കുഞ്ഞുങ്ങൾ ജപമാലകൾ കയ്യിലെടുത്ത് പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ, ക്രിസ്തുവിനെ അറിയാത്തവർ, ക്രിസ്തുവിന്റെ സഭയുടെ പടി കടക്കാത്തവർ, ദൈവരാജ്യത്തെ കുറിച്ച് തിരിച്ചറിയാത്തവർക്ക് പരിശുദ്ധി അമ്മ ആയുധമായി മാറുന്നു, ആഭരണമായി മാറുന്നു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധി അമ്മ എന്ത് ഇത്രമാത്രം പ്രത്യേകതയുള്ളവളായി മാറി. ക്രിസ്തുവിനെ അറിയാത്തവര്, ജപമാലകളുടെ രഹസ്യങ്ങൾ അറിയാത്തവർക്ക് പരിശുദ്ധി അമ്മയെ അറിയാം. എന്താണ് ഈ അമ്മയ്ക്ക് ഇത്രമാത്രം പ്രത്യേകത? ആകാശത്തോളം വിശുദ്ധിയും ഭൂമിയോളം താഴാൻ വിനയവുമുള്ള ഒരു ഗ്രാമീണ കന്യകയോട് മാലാഖി എന്താ ചോദിച്ചത്? കാൽവരിയിലെ കഥനവാരത്തെ ഒന്ന് ഗർഭധരിക്കാമോ എന്നായിരുന്നു. ഒരു കടലോളം കണ്ണീര് നെഞ്ചിലെത്തി പ്രിയപ്പെട്ട മകനെ കാൽവരി മലയൊന്ന് കയറ്റാമോ എന്നാ മാലാഖ ചോദിച്ചത്. കൗമാരത്തിന്റെ ഗാർഹിക സ്വപ്നങ്ങളെല്ലാം വേണ്ടെന്ന് വെച്ച് ഇതാ ഞാൻ പ്രിയപ്പെട്ട ദാസിയായി മാറുന്നു എന്ന് പരിശുദ്ധി അമ്മ പറഞ്ഞപ്പോൾ അമ്മ പോലും ചിന്തിച്ചില്ല അമ്മയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുഃഖങ്ങളുടെയും ദുരിതങ്ങളുടെയും പെരുമഴക്കാലം, സത്രത്തിലെ തിരസ്കരണം, പ്രിയപ്പെട്ട കുഞ്ഞിനെ ആദ്യത്തെ പ്രിയപ്പെട്ട കൺമണിയെ കാലിത്തൊഴുത്തിൽ പെറ്റിടേണ്ടി വരുന്ന ഒരമ്മയുടെ വേദന. ഈ പ്രിയപ്പെട്ട കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കി അവന് ആവോളം ഉമ്മ കൊടുക്കുന്നതിന് മുമ്പേ ഇതാ ഈ കുഞ്ഞിനെ രക്ഷിക്കാൻ അടിമത്ത നാടായ ഈജിപ്തിലേക്ക് പലായനം ചെയ്യേണ്ടി വരുന്നു ഈ അമ്മയ്ക്ക്. ഏതൊരു വ്യക്തിക്കും ഉണ്ടാകുന്ന അടിമത്ത കാലത്തിന്റെ വേദനകളെല്ലാം ഉണ്ട്. അപ്പോഴതാ യൂസഫ് പിതാവ് അകാലത്തിൽ മരിക്കുന്നു. ഇനി ഇവനാണ് എന്റെ ഏക മകനാണ്, എന്റെ അത്താണി എന്ന് ആശ്രയമെന്ന് ഈ അമ്മയൊന്ന് ആശ്വസിക്കുന്നതിന് മുമ്പേ അവനെ കുറിച്ച് കേൾക്കുന്നു അശുഭ വാർത്തകൾ. യഹൂദ പ്രമാണികൾ, പുരോഹിത ശ്രേഷ്ഠമാർ അവന്റെ തലയ്ക്കും 30 വെള്ളിക്കാശ് വിലയിട്ടിരിക്കുന്നു എന്ന് കേൾക്കേണ്ടി വരുന്ന ഒരമ്മയുടെ സങ്കടം. പ്രിയപ്പെട്ടവരെ, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്യം നിറവേറട്ടെ എന്ന് ഈ അമ്മ പറഞ്ഞത് മുതൽ അമ്മയുടെ ജീവിതത്തിൽ ദുഃഖങ്ങളുടെയും ദുരിതങ്ങളുടെയും പെരുമഴക്കാലമായിരുന്നെങ്കിൽ അതിനെയൊക്കെ അതിജീവിക്കാൻ ഈ അമ്മയ്ക്ക് കാരണമായത് ഒരേ ഒരു കാരണം മാത്രം. അമ്മ ദൈവത്തെ വിശ്വസിച്ചു, ദൈവവചനത്തെ വിശ്വസിച്ചു, ദൈവവചനത്തെ അനുസരിച്ചു എന്നുള്ളത് മാത്രമാണ്. സുവിശേഷത്തിലേക്ക് ഇന്ന് വരുമ്പോൾ കാനായിലെ കല്യാണ വിരുന്നാണല്ലോ. പരിശുദ്ധി അമ്മയുടെ ഒരു ജീവിതത്തിലുള്ള ഗുണം മാത്രം പറഞ്ഞുകൊണ്ട് ഈ വചന സന്ദേശം അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് അവരുടെ കണ്ണീര് കാണാനുള്ള അപാരമായ കഴിവ് പരിശുദ്ധി അമ്മയ്ക്കുണ്ടായിരുന്നു. അവരുടെ കണ്ണീര് കാണാനുള്ള അപാരമായ ഒരു കഴിവ് പരിശുദ്ധി അമ്മയ്ക്കുണ്ടായിരുന്നു. ആളുകളെല്ലാം ഒഴിഞ്ഞുപോയ വീഞ്ഞുഭരണിയെ കുറിച്ച് അടക്കം പറഞ്ഞപ്പോൾ, ആപനാതി പറഞ്ഞപ്പോൾ, പരാതി പറഞ്ഞപ്പോൾ പരിശുദ്ധി അമ്മ എന്താ കണ്ടത്? പരിശുദ്ധി അമ്മ കണ്ടത് ആ മണവാളന്റെയും മണവാട്ടിയുടെയും നിറയുന്ന കണ്ണുകളായിരുന്നു. ആ കുടുംബാംഗങ്ങളുടെ തകരുന്ന ആത്മാഭിമാനമായിരുന്നു. എന്നിട്ടും അമ്മയ്ക്കറിയാം സമയമായില്ല. എന്നിട്ട് പോലും അമ്മ പറയുകയാണ്, മകനെ അവർക്ക് വീഞ്ഞില്ല. ഇല്ലായ്മകൾ അറിയുന്ന, ഇല്ലായ്മകളെ തിരിച്ചറിയുന്ന ഒരമ്മ ഭാവം സ്വന്തമാക്കുമ്പോഴാണ് ആയിരങ്ങളും പതിനായിരങ്ങളും ഓടി വരുന്ന ഈ അമ്മ മരത്തണലിൽ വന്ന് നമ്മൾ നിരാലംബരായി, ആശ്രയമില്ലാത്തവരായി, ദുഃഖത്തിന്റെയും വേദനയുടെയും സങ്കടങ്ങളുടെയും കണ്ണുനീരുമായിട്ടാണ് ഇവിടെ വരുന്നെങ്കിലും അമ്മ നമുക്ക് ആശ്രയമുണ്ട്. ഈ അമ്മ മരത്തണലിൽ നമുക്ക് സ്ഥാനമുണ്ട് എന്ന് തിരിച്ചറിയണം. എങ്ങനെയാണ് അമ്മ ഭാവം സ്വന്തമാക്കേണ്ടത്? ലേഖനം നമ്മൾ വായിച്ചു കേട്ടല്ലോ, സ്നേഹമാണ് സർവോത്കൃഷ്ടം, സ്നേഹത്തിന്റെ അധികമണയായി പെയ്യുക. പ്രിയപ്പെട്ട ഭർത്താവിനോട്, പ്രിയപ്പെട്ട ഭാര്യയോട്, കുടുംബാംഗങ്ങളോട്, പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, അയൽവാസികളോട്, കൂടെ ജോലി ചെയ്യുന്നവർക്ക് സ്നേഹത്തിന്റെ കുറവുകൾ സംഭവിക്കുമ്പോൾ അവിടെയെല്ലാം സ്നേഹത്തിന്റെ അധികമണയായി പെയ്ത് അമ്മ ഭാവം സ്വന്തമാക്കുക. ഈ അമ്മ ഭാവം നമ്മൾ സ്വന്തമാക്കുമ്പോൾ സ്നേഹത്തിന്റെ വലിയ നിറവിലേക്ക് നമ്മൾ മാറുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകളെ ദൈവം ഏറ്റെടുക്കും. പരിശുദ്ധി അമ്മ വഴി നമ്മുടെ കണ്ണുനീരൊപ്പം അമ്മ അനേകമായുടെ കണ്ണുനീര് ഈ ഒരു പുണ്യ ഭൂമിയിൽ നിന്ന് ഒപ്പിയെങ്കിൽ നിങ്ങളുടെ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും അമ്മയ്ക്ക് തിരിച്ചറിയാനാകും. അമ്മയോട് ചേർന്ന് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ